ready. وإن يريد به الصفة كما هو رأي الشيخ أبي الحسن الأشعري انقسم انقسام الصفة عنده إلى ما هو نفس المسمى وإلى ما هو غيره وإلى ما ليس هو ولا غيره وإنما قال بسم الله. അള്ളാഹു പറഞ്ഞു ബിസ്മില്ലാഹി എന്ന് പറഞ്ഞു. വലം യഖുൽ അള്ളാഹു പറഞ്ഞില്ല ബില്ലാഹി എന്ന് പറഞ്ഞില്ല. ലിഅന്ന തബറുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാ പറഞ്ഞ ഇസ്മ കൂട്ടിയിട്ട് എന്ത് പറഞ്ഞില്ല ബില്ലാഹി. യഥാർത്ഥത്തിൽ ബില്ലാഹി എന്ന് അല്ലേ പറയേണ്ടത്, അവിടെ ബിസ്മി എന്ന ഇസ്മിനെന്തിനെ കൂട്ടി? കാരണം ബർക്കത്ത് സിദ്ധിക്കല് ഇസ്തിആനത്തും അല്ലാഹുവിന്റെ ഇസ്മു പറഞ്ഞതുകൊണ്ടാണ്, അള്ളാഹിന്റെ ദാത്ത് കൊണ്ടല്ല. അള്ളാഹിന്റെ ദാത്ത് കൊണ്ടാണെങ്കിൽ ബില്ലാഹി എന്ന് പറയാം, ദാത്ത് കൊണ്ടല്ല, അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ടാണ് ബർക്കത്ത് സിദ്ധിക്കുക. അപ്പോൾ ബിസ്മില്ലാഹി എന്നാണ് ഇസ്മിനെ കൂട്ടി. അല്ലെങ്കിൽ ഔദിൽ ഫർഖി, അല്ലെങ്കിൽ വ്യത്യാസത്തിന് വേണ്ടി യമീനി തയമ്മൂനി, യമീന് തയമ്മൂനിൻ്റെ ഇടയിൽ. യമീൻ എന്നാണ് സത്യം, സത്യത്തിന് സാധാരണ ഉപയോഗിക്കുന്ന പദം വല്ലാഹി ബില്ലാഹി എന്നൊക്കെ. തയമ്മുൻ എന്ന് പറഞ്ഞാൽ ബർക്കത്ത് സിദ്ധിക്കൽ ബിസ്മില്ലാഹി. അപ്പോൾ ഇസ്മു കൂട്ടുമ്പോൾ തയമ്മുനായി മറ്റേത് യമീനുമായി. ഇത് രണ്ടും ഫർഖിന് വേണ്ടിയിട്ടാണ് ഇസ്മു കൂട്ടിയത് എന്ന് പറയാം. വലം തുക്തബിൽ അലിഫു അലിഫിനെ എഴുതപ്പെട്ടില്ല. ഖത്തിന്റെ നിബന്ധന അങ്ങനെയാണ്. ഖത്തിന്റെ എഴുത്തിന്റെ നിബന്ധന പ്രകാരം ബാന്റെ ശേഷം അലിഫിനെ കൂട്ടിയിട്ട് ഇസ്മു വേറെ എഴുതണം. അങ്ങനെ എന്തുകൊണ്ട് എഴുതപ്പെട്ടില്ല? കാരണം എഴുത്തിൽ പെരുമാറ്റം അധികരിച്ചതിന് വേണ്ടി. ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ഏത് കത്ത് കൊടുക്കുമ്പോഴും ഏത് സാഹചര്യത്തിലും ബിസ്മി ഇങ്ങനെ കൂടുതൽ എഴുതും. അപ്പോൾ എഴുത്ത് ഉപയോഗം കൂടുതലായതുകൊണ്ട് എഴുതില്ല. ബാഇന്റെ തല നീട്ടി എഴുതപ്പെട്ട് ആ അരിപ്പിനെ തൊട്ട് ഇവളായ നിലയിൽ. ഇനി അള്ളാ എന്ന ആ പദം അത് അറബ് പദമാണോ അതല്ല അറബ് പദമാണോ അതല്ല അറബ് അല്ലാത്തതാണോ, ഇതിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ ചർച്ചയാണ്. അല്ലാഹു എന്നത് അസ്ലുഹു, അതിൻ്റെ അസ്ല് ഇലാഹുൻ എന്നാണ്. അപ്പൊ അള്ളാഹ് എന്നതിന്റെ അസ്ൽ എങ്ങനെ? ഇലാഹ്. അള്ളാഹ് എന്നതിന്റെ അസ്ൽ ഇലാഹാണോ ബിലാഹാണോ, അതായത് ഒന്നാമത്തെ അറബ് ബാബാണോ അതല്ല ഹംസയാണോ, ഇതിന് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആദ്യം പറയുന്നത് അസ്ല് ഇലാഹു എന്നാണ്. എന്നിട്ട് ഹംസാനെ കളയപ്പെട്ട് ആ ഹംസയെ തൊട്ട് പകരമാക്കപ്പെട്ട് അലിഫു വല്ലാമു അലിഫിലാമിലെ. അപ്പൊ അൽ ഇലാഹി എന്നായി. ഇലാഹി എന്നതിലെ ഹംസാനെ കളഞ്ഞുകാണ്ട് ഹംസാന്റെ സ്ഥാനത്ത് അൽ, അപ്പൊ എന്തായി? അൽ ഇലാഹ് എന്നായി. അൽ ഇലാഹ് എന്നായി. ഇക്കാരത്തിന് വേണ്ടി ഖീല പറയപ്പെട്ടു യാ അല്ലാഹ് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അലിഫിലാമ് ഒസിന്റെ അലിഫാകുമ്പോ യാ കടന്നാൽ യല്ലാഹു എന്നാ പറയേണ്ടത്. അത് പറയാതെ യാ അല്ലാഹ് എന്ന് ഖത്തറിന്റെ അലിഫ് പറയാൻ കാരണം ഈ അലിഫിലാമ് സാധാരണ അലിഫിലാമല്ല, ഇലാഹിന്റെ അലിഫിനെ തൊട്ട് പകരം വന്ന അലിഫിലാമായതുകൊണ്ട് സംസാരം കഥയാക്കി. പക്ഷേ ഈ ഇലാഹി എന്നത് മുഖ്തസുൽ, അത് മുഖ്തസാണ് ഹക്ക് കൊണ്ടുള്ള മഅബൂദിൽ മാത്രം മുഖ്തസാണ്. സത്യത്തിൽ പറഞ്ഞാൽ ഇലാഹി എന്ന് പറഞ്ഞാൽ ആരാധ്യൻ എന്നാണ്.
അതിൽ അലിഫ്ലാം കിടക്കുമ്പോൾ അൽ ഇലാഹ് എന്നതിൻ്റെ അർത്ഥം ആരാധ്യൻ എന്നേ ഉള്ളൂ. അത് ഹക്ക് കൊണ്ട് ആരാധ്യനോ അല്ലാത്ത ആരാധ്യനോ അങ്ങനൊന്നുമില്ല. പക്ഷേ അൽ-ഇലാഹ് എന്നത് പിന്നെ അവസാനം എന്തായി മാറി? ഹക്ക് കൊണ്ട് മാത്രം ഇലാഹ് മുഖ്തസായി മാറി. വൽ ഇലാഹു ഫിൽ അസ്ലി ലികുല്ലി മഅബൂദിൻ. വല്ലിലാഹു ഇലാഹ് എന്ന പദം ഫിൽ അസ്ലി ലികുല്ലി മഅബൂദിൻ എല്ലാ മഅബൂദിനും പറയപ്പെടുന്നതാണ്. പിന്നെ അതിനെ തഗ്ലീബാക്കപ്പെട്ട് ഹക്ക് കൊണ്ടുള്ള മഅബൂദിന്റെ മേൽ തഗ്ലീബാക്കപ്പെട്ട് ഇലാഹി എന്ന പദത്തിനെ പിടിച്ചത് മിൻ അലിഹ ആലിഹത്ത് ഉലൂഹത്ത് മിൻ അലഹ ഇലാഹത്ത് ഉലൂഹിയത്ത് അങ്ങനെയല്ലേ? മിൻ അലഹ ഇലാഹത്ത് ഉലൂഹിയത്ത്. അബദ ഇബാദത്ത് ഉബൂദിയത്ത് പോലെ അബദ ഇബാദത്ത് ഉബൂദിയത്ത് എന്ന് പറയുന്നത് പോലെ അലഹ ഇലാഹത്ത് ഉലൂഹിയത്ത് ബിമഅന അബദ. അപ്പോ അലഹ എന്ന വാക്കിന്റെ മഅന അബദ എന്ന് പറഞ്ഞാൽ അടിമത്വം സ്വീകരിച്ചു എന്നർത്ഥം. അതിൽ നിന്ന് പിടിച്ചതാണ്, അതിന്റെ മസ്തറാണ് ഇത്. ഒന്ന് ഉലൂഹിയത്ത് എന്ന പോലെ അലഹ ഇലാഹത്ത് ഉലൂഹിയത്ത്. അതിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് ഇബാദത്തെടുത്തു എന്ന വയനാക്ക് തഅല്ലഹ എന്ന് പറയും. അതേ പ്രകാരം ഇസ്തഇലഹ ഇബാദത്തിനെ തേടി എന്ന വയനാക്കി ഇസ്തഇലഹ എന്ന് പറയും. ഒന്ന് തഫഅല ബാബ്, ഒന്ന് ഇസ്തഫഅല ബാബ്. വഖീല ഇനി പറയപ്പെട്ടു മിൻ അലിഹ അലിഹയിൽ നിന്ന് പിടിച്ചതാണ്. എപ്പോഴാണ് അലിഹ എന്ന് പറഞ്ഞാൽ ഇദാ തഹയ്യറ, ഒരു കാര്യത്തിൽ തഹയ്യുറായ നേരത്ത് അലിഹ എന്ന് പറയും. അപ്പോ ഇലാഹ് എന്ന വാക്ക് ഒന്ന് അലഹയിൽ നിന്ന് പിടിച്ചതാണോ അബദ എന്ന മയനാക്കുള്ള അലഹയിൽ നിന്ന് പിടിച്ചതാണെന്ന് ഒരു അഭിപ്രായം. വേറൊരു അഭിപ്രായം തഹയ്യറ എന്ന മയനാക്കുള്ള അലിഹയിൽ നിന്ന് പിടിച്ചതാണ്. കാരണം അക്കലികളൊക്കെ തതഹയ്യറു, ആ അക്കലികൾ മുതഹയ്യറാകും അല്ലാഹുവിന്റെ മഅരിഫത്തിൽ. അപ്പോ ഇലാഹ് മുതഹയ്യറാകുന്ന വസ്തു, അവന് ചിന്തിച്ചാൽ തഹയ്യർ വരും അങ്ങനത്തെ വസ്തു എന്ന അർത്ഥത്തിൽ. ഔ മിൻ അലിഹ്തു ഇലാ ഫുലാനിൻ, അല്ലെങ്കിൽ അലിഹ്തു ഇലാ ഫുലാനിൻ എന്ന വാക്കിൽ നിന്ന് പിടിച്ചതാണ്. അലിഹ്തു ഇലാ ഫുലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന ആളിലേക്ക് ഒതുങ്ങിക്കൂടി, അയാളിലേക്ക് ചെന്നെത്തിയിട്ട് അയാളെ കൊണ്ട് ആശ്വസിച്ചു എന്ന് പറയാനാക്ക് അലിഹ്തു ഇലാ ഫുലാൻ ആ വാക്കിൽ നിന്ന് പിടിച്ചതാണ്. കാരണം കൽബുകളൊക്കെ ആ കൽബുകളൊക്കെ ശാന്തമാകും അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട്. റൂഹുകൾ ആത്മാക്കള് തസ്കുനു, ആ ആത്മാക്കൾ ഒതുങ്ങിക്കൂടും അല്ലാഹുവിന്റെ മഅരിഫത്തിലേക്ക്. അപ്പോ അല്ലാഹു എന്ന് പറഞ്ഞത് അത് പിന്നെ തുമൈനീനത്തിൻ്റെ ആശ്വാസത്തിൻ്റെയും സുക്കൂനിൻ്റെയും മഹലായതുകൊണ്ട് ഇലാഹ് എന്നതിന് പേര് പറഞ്ഞതാണ്. അല്ലെങ്കിൽ അലിഹയിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് ഇദാ ഫസിഅ മിൻ അംദിൻ നസല അലൈഹി, അവന്റെ മേൽ ഇറങ്ങുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് ഭയപ്പെട്ടാൽ അലിഹ എന്നറിയും. അലിയാവനെ പേടിച്ചു എന്ന് പറയാൻ അലിഹാന്നറിയും. ആ വാക്കിൽ ഇത് പിടിച്ചതുകൊണ്ട് എന്ന് പറയും. മറ്റുള്ളവ അവനിക്ക് അഭയം നൽകി അജാറഹു എന്ന് പറയാൻ. കാരണം ഇതിലായതോ കാവല് തേടുന്ന അള്ളാഹുവിലേക്ക് ചെന്നുകൂടും. അള്ളാഹുക്കാരെ അവനെ രക്ഷപ്പെടുത്തി. ഹഖീഖത്തൻ ഒന്നുകിൽ ഹഖീഖത്തൻ രക്ഷപ്പെടുത്തും, അല്ലെങ്കിൽ സഅമുണ്ട്. കാരണം യഥാർത്ഥ ഇലാഹാണോ എന്നാ ഹഖീഖത്തൻ രക്ഷപ്പെടുത്തും, അതല്ല യഥാർത്ഥ ഇലാഹല്ലേ എന്നാ അവന്റെ വാദം അനുസരിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തും.
ഔ മിൻ അലിഹൽ ഫസീലു ഔമിൻ അലിഹൽ ഫസീലു അല്ലെങ്കിൽ അലിഹൽ ഫസീലു എന്ന് പറയും. അതിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് ഇദാ ഉലിഅ ബി ഉമ്മിഹി. തള്ളയെ കൊണ്ട് പൂണ്ട് പിടിച്ചാൽ കുട്ടിയെ സംബന്ധിച്ച് അലിഹൽ ഫസീലു എന്നറിയും. ആ കുട്ടി അതിൻ്റെ ഉമ്മ അതിൽ തള്ളയെ കൊണ്ട് പൂണ്ട് പിടിച്ചു എന്ന പറയാം. അലിഹൽ ഫസീൽ ആ വാക്കിൽ ഇത് പിടിച്ചതുമാണ്. ഇതിൽ ഇബാദു കാരണം ഇതിൽ ഇബാദു അടിമകളൊക്കെ യൂനഊന, അത് യൂനഊന അവര് പൂണ്ട് പിടിക്കുന്നവരാണ്. അള്ളാഹുവിലേക്ക് താഴ്മ ചെയ്യലുകൊണ്ട് സിദ്ധത്തുകളിൽ. അപ്പോ ഇലാഹിന്റെ അസല് അല്ലാതെ ഇലാഹ് എന്നതിന്റെ അസല് ഹംസയാണ് ആദ്യത്തിൽ ഇലാഹ്. അപ്പൊ അതിൽ ഏതിൽ നിന്ന് പിടിച്ച് ഒന്നുകിൽ അലഹ അല്ലെങ്കിൽ അലിഹ അലിഹൽ ഫസീലു ഈ രൂപത്തിൽ വ്യത്യസ്തമായ മാന്തകളിൽ നിന്ന് പിടിച്ചതാണ് എന്നതാണ് ഒരഭിപ്രായം. ഇനി മറ്റൊരഭിപ്രായം ഹംസ എന്റെ തലക്ക് വാവാണ്. അപ്പം ബിലാഹ് എന്നാണ് അസല്. ഇലാഹിന്റെ അസല് ബിലാഹുൻ എന്നാണ്. അത് വേറെ ഒരു അഭിപ്രായം. അതാണ് ഔമിൻ വലിഹ അല്ലെങ്കിൽ വലിഹയിൽ നിന്ന് പിടിച്ചതാണ്. മുത്തഹയ്യറാകുന്ന സമയത്ത് വലിഹ വലഹാൻ എന്നൊക്കെ പറയും. മുത്തഹയ്യർ പരിഭ്രാന്തമായവൻ എന്ന വായനാക്ക് വലഹാൻ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ വാക്കിൽ നിന്ന് പിടിച്ചതാണ് ഇലാഹ്. അക്കല് പരിഭ്രാന്തമായി പരിഭ്രമിച്ചുകൊണ്ട് അക്കലിക്ക് തഹബത്ത് വന്ന് ഇടർച്ച വന്നു കഴിഞ്ഞാൽ വലഹാന്ന് അതിൽ നിന്ന് പിടിച്ചതാണ്. അതിന്റെ അസിലായിരുന്നു എന്നായിരുന്നു. എന്നിട്ട് ബാബിനെ മറിക്കപ്പെട്ട് ഹംസയായി മറിക്കപ്പെട്ട് കസറത്ത് ഭാരമായതിനു വേണ്ടി അലൈഹ ബാബിന്റെ മേൽ ലമ്മത്ത് ഭാരമായതുപോലെ. വജ്ഹ് എന്ന വാക്കിന് ജമ്മാണ് ഇത് വുജൂഹ്. അവിടെ വുജൂഹ് എന്ന വാക്കിനക്ക് ബാബിന്റെ മേൽ ലമ്മത്ത് ഭാരമായപ്പോൾ ബാബ് മറിച്ച് കണ്ട ഹംസയാക്കിട്ട് വുജൂഹ് എന്ന് പറയും. എന്ന പോലെ വി എന്ന വാക്കിന്റെ മേൽ കസറത്ത് ഭാരമായപ്പോൾ ഈ എന്നാക്കി മാറ്റിയതാണ്. എന്നിട്ട് ഫീല പറയപ്പെട്ടു, ഇലാഹുൻ എന്ന് പറയപ്പെട്ടു. അവിടെ വാവിന്റെ മേൽ കസറത്ത് ഭാരമായപ്പോൾ വാവിനെ മറിച്ചിട്ട് ഹംസയാക്കി പറഞ്ഞ പോലെ ഇലാഹിനാക്കിയതാണ് എന്നങ്ങനെയും കുഴപ്പമില്ല. അതിനെ റദ്ദ് ചെയ്യും. അൽ ജമ്മു ഇലാഹിനെ ജമ്മാക്കൽ ആലിഹത്തിന്റെ പേര്. അങ്ങനെയാണെങ്കിൽ ജമ്മാക്കേണ്ടത് ഔലിഹത്ത്. കാരണം ജമ്മിൽ എപ്പോഴും അസിലേക്ക് മടക്കണം. അപ്പൊ വില ആണ് അസിലെങ്കിൽ ഔലിഹത്ത് എന്നാ ജമ്മാക്കണ്ടേ. ഇവിടെ ജമ്മാക്കുന്ന എങ്ങനെ ആലിഹത്ത്. അപ്പൊ മനസ്സിലാക്കാതല്ല അസില് ദൂന ഔലിഹത്തി. ഇനി വക്കീല പറയപ്പെട്ടു അസ്ലുഹു ഇലാഹി എന്നതിന്റെ അസ്ല് ലാഹുൻ എന്നാണ്. മസ്ദറു ലാഹ യലീഹു ലൈഹൻ. ലാഹ യലീഹു ലൈഹൻ എന്നതിന്റെ മസ്ദറെ വലാഹൻ. അതിന്റെ മസ്ദറാണ് ലാഹ്. ആ ലാഹാണ് അസ്ലിയത്. എപ്പോഴാണ് ലാഹ യലീഹു ലൈഹൻ എന്ന് പറയാ? ഒരു വസ്തു മറിഞ്ഞാൽ അത് ഉയരുകയും ചെയ്താൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ജൂബാണ്. എല്ലാ കണ്ണുകളുടെ ഇദ്റാക്കിനെ തൊട്ടും അല്ലാഹു മഹ്ജൂബാണ്. അല്ലാഹു ഉയർന്നവനുമാണ്. എല്ലാ ശൈഇനെക്കാളും ഉയർന്നവൻ. മാലായലിനെ തൊട്ടും അള്ളാഹു ഉയർന്നവനാണ്. അപ്പൊ അള്ളാഹു തആല മഹ്ജൂബും മുഖ്തഫിയുമായ കാരണത്താൽ അതിന് ഷാഇറിന്റെ വാക്ക് തെളിവാകും.
കഹൽക്കത്തിൻ ഒരു ഹൽക്ക പോലെ മിൻ അബി റബാഹിൻ അബൂ റബാഹിന്റെ വക്കൽ നിന്നുള്ള ഒരു ഹൽക്ക പോലെ അവന്റെ സന്നിധിയിലുള്ള ഒരു സദസ് പോലെ. എങ്ങനത്തെ സദസ്സാണ് യശ്ഹദുഹ? ആ സദസ്സിന് സാക്ഷിയാകും ലാഹുൽ കുബാർ, അവന്റെ വലിയ പഠിച്ചവൻ സാക്ഷിയാകും. അവിടെ ഹൽക്കത്തിൻ എന്നാണ് ഇപ്പോൾ സാധാരണഗതിയിൽ പറയാറുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ ഇബാറത്തിൽ കാണുന്നത്. ഇനി അവിടെ വേണമെങ്കിൽ ഹൽഫത്തിൻ എന്ന് ആകാം, ഒരു സത്യം പോലെ. എങ്ങനത്തെ സത്യമാണ്? അബീ റബാഹിൻ അബൂ റബാഹിന്റെ വക്കൽ നിന്നുള്ള സത്യം പോലെ. എങ്ങനത്തെ സത്യമാണ്? യശ്ഹദുഹ, ആ സത്യത്തിൻ്റെ അടുക്കൽ ഹാജരാകും ലാഹുൽ കുബാർ. അപ്പൊ വലിയ പടച്ചോനെ സാക്ഷിയാക്കി നിർത്തിയിട്ട് ചെയ്ത സത്യം പോലെ എന്നുമാകാം. അങ്ങനെയും ചില സ്റ്റൈലിൽ കാണുന്ന ഹൽഫത്ത്. ഇവിടെ ഉത്തര ശേഷം അതൊക്കെ വിശദീകരിക്കുന്നത് ഹൽക്കത്ത് എന്നാക്കിയാണ്, കാപ്പാണ്. എന്താ ഇപ്പോൾ ഇലാഹി എന്ന പദം അതൊരു അലമല്ല, പിന്നെന്താ ഒരു മുസ്തക്കായ ഇസ്മാണ്. അപ്പം അത് ഏതിൽ നിന്ന് പിടിച്ചു? ആ പിടിച്ചതിനെ സംബന്ധിച്ചാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ. അത് അരിഹയിൽ നിന്നാണോ അനഹയിൽ നിന്നാണോ, അതേ പ്രകാരം പിന്നെ വലിഹിൽ നിന്നാണോ ലാഹിൽ നിന്നാണോ ഒന്നാല് അഭിപ്രായം. ഏതായാലും ഇത് പ്രകാരമൊക്കെ ഇപ്പോൾ ഇലാഹി എന്നത് ഒരു ജിൻസിൻ്റെ ഇസ്മാണ്. എന്നിട്ട് അരിഫ്ലാമ് കൊടുത്തുകാണ്ട് അത് ഹക്ക് കൊടുത്തുള്ള മഹമൂദിൽ മുക്തത്താക്കിയിട്ട് അല്ലാഹ് എന്നുപയോഗിച്ചതാണ് എന്നാണ് പറഞ്ഞത്, അലമല്ല എന്നാണ്. ഇനി വേറെ ഒരു അഭിപ്രായം അള്ളാഹ് എന്ന് പറയുന്ന അലമാണ്. അള്ളാഹുവിൻ്റെ ദാത്തിന് വെച്ച അലമാണ്. അതൊരു സാധാരണഗതിയിൽ ഒരു ഇസ്മാനമാണത്. അള്ളാഹുവിൻ്റെ ദാത്തിന് വെച്ച് അതിൻ്റെ വാദിയാര അത് തന്നെയാണ്. അള്ളാഹു തന്നെ അള്ളാഹ്ക്ക് വെച്ച ഒരു പേരാണ് ഇത് അള്ളാഹ് എന്നുള്ളത്. ഹൽക്കുകൾ വെച്ചു എന്ന് വെക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഒരു വസ്തുവിന് പേര് വെക്കണമെങ്കിൽ ആ സാധനം മുതായിനാവണ്ടേ. അപ്പോൾ അള്ളാഹുവിൻ്റെ ദാത്ത് ഖാലിക്ക് പിന്നെ മഹ്ലൂക്കിൻ്റെ കൽവിൽ മുതായിനാകുമ്പോഴേ അതിൻ്റെ മുഖാബലത്തിൽ അരിമ് ഹൽക്ക് വെക്കാൻ പറ്റുള്ളൂ. ഹൽക്ക് വെച്ചതല്ല, ഖാലിക്കിൻ്റെ വെച്ചത്. അള്ളാഹ് വെച്ചത്. അതാണ് വക്കീല പറയപ്പെട്ടു അലമുൻ. അള്ളാഹ് എന്നത് അലമാണ്. അള്ളാഹുവിന്റെ മഖ്സൂസായ ദാത്തിനിക്കുള്ള അലമാണ്. കാരണം കാരണം അള്ളാഹ് എന്ന് പറഞ്ഞത് യൂസഫു, അതിന്റെ സിഫത്ത് പറയപ്പെടുന്നു. അതുകൊണ്ട് സിഫത്ത് പറയപ്പെടില്ല. അള്ളാഹ് എന്ന് പറഞ്ഞത് മൗസൂഫായി വരും, അത് സിഫത്തായി വരില്ല. മൗസൂഫായി വരിക സിഫത്തായി വരാതിരിക്കുക എന്ന് പറഞ്ഞത് അലമിന്റെ അടയാളമാണ്. അലം എപ്പോഴും മൗസൂഫായി വരിക, ഇതുവരെ വരിക, സിഫത്തായി വരിക. മാത്രമല്ല നിശ്ചയമായും കാര്യം അള്ളാഹുവിന്റെ കൂടാതെ കഴിയൂല. മിൻ ഇസ്മിൻ ഒരു ഇസ്മിനെ തൊട്ട് അലൈഹി ആ ഇസ്മിന്റെ മേൽ നടക്കും സിഫാത്തുഹു അള്ളാഹുവിന്റെ സിഫത്തുകളൊക്കെ നടക്കും. അങ്ങനത്തെ ഒരു ഇസ്മിനെ തൊട്ട് കൂടാതെ കഴിയൂല. ആ ഇസ്മാവലിക്ക് പറ്റൂല. ഒന്നിൽ നിന്ന് അള്ളാഹുവിന്റെ മേൽ പറയപ്പെടുന്ന റസാഖ്, ഖഹാർ, ജബ്ബാർ, മുതകബ്ബിർ, മന്നാൻ പോലത്തെ കുറേ പദങ്ങളുണ്ട്. ആ പദങ്ങളിൽ നിന്ന് അതിന്റെ മേൽ പിന്നെ അതിന് പറ്റൂല സിവാഹു. ഈ അള്ളാഹ് എന്നല്ലാതെ പറ്റൂല. അപ്പൊ അള്ളാഹ് എന്നത് എന്താണ്? അലമാണ്. കാരണം മറ്റു സിഫാത്തുകളൊക്കെ നടക്കാൻ അത് ഒരു ഇസ്മ വേണം. മാത്രമല്ല അള്ളാഹ് എന്നത് ലൗകാന അതാണെങ്കിൽ വസുഫാണെങ്കിൽ എന്ന കൗലാകൂല, തൗഹീദൻ തൗഹീദാവൂല. കാരണം ലാ ഇലാഹ ഇലാഹില്ല ഇല്ലല്ലാഹ്. അള്ളാഹ് എന്നതൊരു ജിൻസിൻ്റെ ഇസ്മാണെങ്കിൽ ആ ജിൻസിൻ്റെ ഇസ്മ ഒഴികെ എന്നെല്ലാം അർത്ഥം വരുള്ളൂ. അപ്പം മുതഅയ്യിനാവില്ല, അപ്പം തൗഹീദാവില്ല.
مثل لا إله إلا الرحمن ലാ ഇലാഹ ഇല്ല റഹ്മാൻ പോലെ. فإنه لا يمنع الشرك കാരണം ഫൈന്നഹു അത് ലാ യംനഉ വണ്ടി ചെയ്യൂല ശിർക്കത്തിന് വണ്ടി ചെയ്യൂല. والأظهر أنه وصف في أصله ഇപ്പോ അരമാണെന്നും ജിൻസാണെന്നും എന്ന അഭിപ്രായമായി. ഇതിൽ നിന്ന് ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു തങ്ങൾ മുഖ്താറാക്കുന്നത് ഇതൊരു ജിൻസിൻ്റെ ഇസ്മന്നാണ്. പക്ഷേ അലമിൻ്റെ സ്ഥാനത്ത് നടക്കണ ഒരു പ്രത്യേക ജിൻസ്, സാധാരണഗതിയിൽ ജിൻസ്മല്ല. അതാണ് അന്നഹു ഇലാഹി അല്ലാഹ് എന്നത് വസ്ഫുൻ, അതൊരു വസ്ഫാണ്. ഫി അസ്ലിഹി അതിൻ്റെ അസ്ലിൽ വസ്ഫാണ്. ലാക്കിന്നഹു പക്ഷേ അത് ലമ്മ ഉല്ലിബ അതിന് തഗ്ലീബാക്കപ്പെട്ടപ്പോൾ അലൈഹി അല്ലാഹുവിന്റെ മേൽ തഗ്ലീബാക്കപ്പെട്ടപ്പോൾ അതിന് പെരുമാറപ്പെടൂല, അല്ലാത്തതിൽ പെരുമാറപ്പെടൂല. ആ സ്ഥിതി കണ്ട് തഗ്ലീബാക്കപ്പെട്ടപ്പോൾ അത് അലം പോലെയായി. അപ്പൊ അലമിന്റെ സ്ഥാനത്ത് നടക്കണ ഒരു ബിസിനസ്. അതാണ് നമ്മൾ സാധാരണ ചെറിയ കിതാബിലൊക്കെ പറയും വല്ലശ്വഹു അന്നഹു ജാരിൻ മജ്റല്ലാഹ്. നമ്മൾ അൽഫ്യ അതുപോലെ തന്നെ അൽഫിന്റെ ഷറയിലൊക്കെ തർക്കത്തന്നെ പറയുന്നത് വല്ലശ്വഹു അന്നഹു ജാരിൻ മജ്റല്ലാഹ്. അലമിന്റെ സ്ഥാനത്ത് നടക്കണ ഒരു ഇസ്മാണ്. അലമെന്നും പറഞ്ഞില്ല, വെറും ജിൻസിസ്മെന്നും പറയില്ല. അലമിന്റെ സ്ഥാനത്ത് നടക്കും. അതെങ്ങനെ? യഥാർത്ഥത്തിന് ജിൻസിൻ്റെ ഇസ്മാണെങ്കിലും അതിനെ തഗ്ലീബാക്കിയിട്ട് അള്ളാഹുവിൻ്റെ മേൽ മാത്രം പറയപ്പെടുന്ന ഒരവസ്ഥയിൽ അലമായി മാറി. അപ്പം അലമിൻ്റെ സ്ഥാനത്തായി മാറി. ഏതുപോലെ? സഴക്ക് പോലെ. സുറയ്യ എന്ന് പറഞ്ഞ വാക്ക് യഥാർത്ഥത്തിൽ അത് സെർവാൻ എന്നൊരു പുറത്ത് പറയും. സെർവാൻ, ധനാഢ്യൻ എന്ന മഴക്ക് സെർവാൻ. അതിൻ്റെ മുഅന്നസാണ് സെർവ. അപ്പം ധനാഢ്യനായ പെണ്ണ് എന്ന അർത്ഥത്തിന് സെർവ. ആ സെർവാനെ തസ്ഗീറാക്കിയതാണ് ഇത് സുറയ്യ. അപ്പം ചെറിയ ധനാഢ്യ എന്നാണ് യഥാർത്ഥത്തിൽ സെർവ സുറയ്യ എന്നതിൻ്റെ അർത്ഥം. പക്ഷെ ഇപ്പം സുറയ്യ എന്ന് പറഞ്ഞ പദം ഏതാണ്ട് ഒരു 6-7 നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൻ്റെ പേരായി മാറി. അപ്പോൾ സുറയ്യ എന്നാൽ ഇപ്പം എന്തായി? ആ കാർത്തിക കൂട്ടം എന്ന് പറയുന്ന ഒരു പ്രത്യേക നക്ഷത്രത്തിൻ്റെ പേരായി മാറി. യഥാർത്ഥത്തിൽ അതിൻ്റെ അർസലുമായ എന്താ? സർവാൻ്റെ തസ്ഗീറാകുമ്പോൾ സുറയ്യാണ്. ആ സുറയ്യപ്പോൾ അലമിൻ്റെ സ്ഥാനത്തായി മാറി എന്ന പോലെ. അതേ പ്രകാരം സഴക്ക് തന്നെ ഒരു ശബ്ദം എന്നാണ്. അത് പഴയ കാലത്ത് ഹുവൈലിദ് എന്നൊരു രാജാവുണ്ടായിരുന്നു. ഹുവൈലിദ്. അങ്ങനെ അയാൾ ഈ രാജാക്കന്മാരൊക്കെ അവരുടെ വീടുകളിൽ ഭക്ഷണം പാകം ചെയ്ത് തീ കത്തിച്ച് കണ്ട് ഭക്ഷണത്തിലേക്ക് ആളുകൾ ക്ഷണിക്കും. അങ്ങനെ ഇയാൾ ക്ഷണിക്കും. അപ്പോൾ പെട്ടെന്നൊരു കാറ്റും തീയൊക്കെ വീണ്ടും വന്ന് ഇയാളെ കത്തിയെത്തിയിട്ടുണ്ട്. അപ്പം ഇയാൾ കാറ്റിൽ കുറേ ചീത്ത പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഒരു ഇടിമിന്നൽ വന്നിട്ട് ഇടിൻ്റെ ശബ്ദം വന്ന അയാളുടെ മരണപ്പെട്ടു പോയി. അപ്പോൾ അട്ടഹാസം കൊണ്ട് മരണപ്പെട്ട ആ കാരണത്താൽ ഇയാൾക്ക് ഒരു പേര് പറഞ്ഞാൽ സാറ്റ് ഇത് പേര് പറഞ്ഞു. ആര്? ഹുവൈലിദ്. സാറ്റ് എന്ന് പറഞ്ഞാൽ ശബ്ദം നേരത്തുള്ളൂ. പക്ഷെ അപ്പം ആ ശബ്ദം കൊണ്ട് മരണപ്പെട്ട ഹുവൈലിദിൻ്റെ അരമായി മാറിയത് സ്വസാക്ക് എന്നതുപോലെ. അപ്പം അസുറയ്യ അസാക്ക് ഓരോത്തൊക്കെ ഒരമ്പത്തുകൊണ്ട് അരമായതാണ്. അതുപോലെ ഒരരമായി മാറിയതാണ് എന്നങ്ങനെ. അതാണ് ഏറ്റവും മഷ്ഹൂർ. അങ്ങനെ വന്നപ്പോൾ ഉജിരിയ അള്ളാഹ് എന്നതിനെ നടത്തപ്പെട്ട് മുജറാഹു അലമിന്റെ സ്ഥാനത്ത് നടത്തപ്പെട്ട് ഔസാഫുകളെ നടത്തുന്നത് അലൈഹി അതിന്റെ മേൽ. അതുകൊണ്ട് വസ്തു മുംതനിയാകുന്ന കാര്യത്തിലും ശിർക്കത്തിന്റെ എഹ്തിമാല് വന്നു ചേർന്നില്ല ഇലൈഹി അതിലേക്ക് എന്ന വിഷയത്തിലും അലമിന്റെ സ്ഥാനത്ത് പെരുമാറും.
لأن ذاته കാരണം എന്റെ ദാത്തഹു അള്ളാഹുവിന്റെ ദാത്ത് من حيث هو മിൻ ഹൈതു ഹുവ ആ ദാത്ത് ദാത്തായ ഹൈത്യത്തിൽ കൂടി بلا اعتبار أمر ബിലാഇതിബാരി അംരിൻ ആഖറ മറ്റൊരു കാര്യം പരിഗണിക്കൽ കൂടാതെ ഹഖീഖിയായതോ ഔ ഗൈരിഹി അല്ലെങ്കിൽ ഹഖീഖി അല്ലാത്തതോ ആയ മറ്റൊരു കാര്യം പരിഗണിക്കൽ കൂടാതെ അള്ളാഹുവിന്റെ ദാത്ത് മിൻ ഹൈതു ഹിയ മനുഷ്യർക്ക് മഴക്കൂലല്ല. അപ്പൊ മനുഷ്യർക്ക് പേര് വെക്കാൻ പറ്റില്ല. അപ്പൊ ഫലായുക്കിനു യഥമാകൂല അവന്റെ മേൽ അറിയിക്കപ്പെടൽ കൊണ്ട്. കാരണം അത് മനുഷ്യന് മഴക്കൂലല്ല. മഴക്കൂലല്ല എന്ന് അവന്റെ പേര് വെക്കാൻ പറ്റുമല്ലോ. അതിനാണ് അരമാണെന്ന് പറയുന്നവര് എന്ത് പറയും? അള്ളേനെ വെച്ച പേരാണെന്ന് പറയും. മനുഷ്യൻ വെച്ച പേരല്ല, പിന്നെ അള്ളേനെ വെച്ച പേരാണെന്ന് പറയും അവര്. മാത്രമല്ല അല്ലാ എന്നത് ലൗദല്ല അത് അറിയിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മഖ്സൂസായ വെറും ദാത്തിന്റെ മേൽ അറിയിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ വാക്കിന്റെ ബാഹിർ പായി തെറ്റിക്കൂല. കാരണം അവൻ അള്ളാഹു ഒരു ദാത്തല്ലേ, അവന്റെ ഫിസ്സമാവാത്തിക്ക് എന്താർത്ഥം നോക്കുക. അപ്പോ അള്ളാഹ് എന്നതിൽ ഒരു ഒസ്ബിന്റെ മായന മുത്തലമ്മിനാകുമെങ്കിലല്ലേ ഫിസ്സമാവാത്തി എന്നുള്ള ജാറുജുറിനോട് താലൂക്കാകാൻ പറ്റുള്ളൂ. അല്ലാതെ അള്ളാഹിനുസരിച്ചുണ്ടാകാൻ പറ്റൂല, ഫിസ്സമാവാത്തിനോട് പഠിക്കാൻ പറ്റൂല. അള്ളാഹു ഫിസ്സമാവാത്തി എന്ന വാക്കിന് മായനുണ്ടാവില്ല. മാത്രമല്ല ഇസ്തിഖാഖിന്റെ മഅന ഹുവ അത് രണ്ട് ലഫ്ളിൽപ്പെട്ട ഒന്നാകുക, മുശാരിക്കല്ലിൽ ആഖരി മറ്റതിനോട് മുശാരിക്കാകുക, ഫിൽ മഅന മഅനയിൽ തർക്കീബിൽ മുശാരിക്കാകുക. അപ്പൊ ലർബിൽ നിന്ന് മൗഖൂഫിന് മുസ്തഖാണെന്ന് പറഞ്ഞാൽ ലർബും ലർബയും തമ്മിൽ എന്താകുക? മഅനയിലും അതേ പ്രകാരം തർക്കീബിലും മുശാരിക്കാകുക. ആ മുഷാറത്ത് ഈ പറഞ്ഞ എല്ലാ മാർദ്ദകളുടെയും ഈ പറഞ്ഞ അള്ളാഹ് എന്ന വാക്കിന്റെ ഇടയിലുണ്ട്. അത് ഹാസിലാണ് ബൈനഹു ഈ അള്ളാഹിന്റെയും ആ പറയപ്പെട്ട വലിയ അലിഹ അലഹ പോലത്തെ അസലികളുടെയും ഇടയിൽ. ഇനി ഇത് പ്രകാരം ഇപ്പൊ ഈ ഇതുവരെ പറഞ്ഞ പ്രകാരമൊക്കെ ഈ ഇലാഹി എന്ന അറബാണ്. ഇനി അറബല്ല ഇലാഹ്, അറബ് ഭാഷയിൽപ്പെട്ടതല്ല എന്നെടുക്കില്ല. അതാണ് മുഖീല പറയപ്പെട്ടു. അസ്ലുഹു ഇലാഹ് എന്നതിന്റെ അസുരെ ലാഹൻ എന്ന ലാഹ എന്നാണ്. സുരിയാനി ഭാഷ കൊണ്ട് ലാഹ എന്നാണ്. എന്നിട്ട് അതിനെ അറബാക്കപ്പെട്ടു അവസാനത്തെ അരിപ്പിനെ കളയുന്നു. അരിപ്പിലാമിന്റെ പേര് കടത്തിലുണ്ട്. അപ്പൊ ലാഹ എന്ന് പറഞ്ഞ ഹാന്റെ അവസാനത്തിൽ നിന്ന് അരിപ്പിനെ കളഞ്ഞാണ്ട് ആദ്യത്തിൽ അരിപ്പിടാൻ കൊടുത്താണ്. അപ്പൊ അള്ളാഹ് അള്ളാഹ് എന്നതിന്റെ അരിപ്പിലാമിന് തഫ്തീമാക്കല് അതിന്റെ മാക്കബില് ഫതഹ് സിദ്ധിച്ച സമയത്ത് അല്ലെ മാക്കബില് ലമ്മ് സിദ്ധിച്ച സമയത്ത് തഫ്തീമാക്കൽ സുന്നത്താണ്. വക്കീല ഇനി പറയപ്പെട്ടു മുത്തലക്കൻ പിന്നെ സുന്നത്താണ്. ഇങ്ങനെ എപ്പോഴും തഫ്തീം. അപ്പോ അള്ളാഹ് എന്ന് പറഞ്ഞ പദന്റെ എപ്പോഴും അള്ളാഹ് മാത്രമാണ്. ലില്ലാഹി എന്ന് പറഞ്ഞാൽ അപ്പൊ ലില്ലാഹി എന്ന് പറയണം. എല്ലാ സമയത്തും തഫ്തീമാക്കൽ സുന്നത്താണ്. പഴയകാലത്ത് വലിയ ചർച്ച നടന്നതാണ്. അല്ലാന്നാണോ പറയേണ്ടത് അള്ളാഹ് പറയേണ്ടത് എന്നുള്ളത് പഴയകാലത്തെ ഒരുപാട് ചർച്ചകൾ നടന്നുണ്ട്. അള്ളാഹ് എന്നതിന്റെ അലിഫിനെ കളയൽ ലഹനുൻ അത് പിഴവാണ്. അതുകൊണ്ട് ഫസാദാകും നമസ്കാരം. അതുകൊണ്ട് കെട്ടുപെടൂല വ്യക്തമായ സത്യവും.
ഒരാൾ വല്ലഹി വല്ലഹി എന്ന് പറഞ്ഞാൽ സത്യമായി പോകുക. വഖദ് ജാഅ ലിദറൂറത്തി ശഅരി. വഖദ് ജാഅ അങ്ങനെ അലിഫിനെ കളയിൽ വന്നു ലിദറൂറത്തി ശഅരി ബൈത്തിന്റെ ദറൂറത്തിന് വേണ്ടി. അലാലാ ബാറക്കല്ലാഹു ഫീ. അലാലാ ബാറക്കല്ലാഹു ഫീ സുഹൈലിൻ ഇദാ മല്ലാഹു ബാറക ഫിദ്ദിജാലി. അലാ അലാലാ ബാറക്കല്ലാഹു ഫീ സുഹൈൽ. ഇദാമല്ലാഹു സുഹൈലിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യാതിരിക്കട്ടെ. ഇദാമല്ലാഹു അള്ളാഹു ബാറക അവൻ ബർക്കത്ത് ചെയ്യുന്ന സമയത്ത് ഫിദ്ദിജാലി മറ്റു പുരുഷന്മാരിൽ. അങ്ങനെ ബൈത്തിൽ ബറൂറത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. അർറഹ്മാനിർ റഹീം. അപ്പൊ ബിസ്മിന്റെ ബാന്റെ ചർച്ച, ഇസ്മിന്റെ ചർച്ച, അബ്ബ എന്നതിന്റെ ചർച്ച എല്ലാം കഴിഞ്ഞു. അത് വിശദമായിട്ട് ഓരോന്നോരോന്ന് വഴിക്കൊഴിയായിട്ട് ചർച്ച ചെയ്ത് ഇനി അർറഹ്മാനിർ റഹീം ആ രണ്ട് പദങ്ങളാണ്. ഇസ്മാൻ ഇസ്മാനി അർറഹ്മാനിർ റഹീം എന്നത് രണ്ട് ഇസ്മുകളാണ്. ബുനിയ ആ രണ്ട് ഇസ്മുകളെ എടുക്കപ്പെട്ടു മുബാരകത്തിന് വേണ്ടി. റഹിമയിൽ നിന്ന് മുബാരകത്തിന് വേണ്ടി എടുക്കപ്പെട്ട രണ്ട് ഇസ്മുകളാണ്. കുട്ടികൾ അരമണിക്കൂർ ഉണ്ടാവും. ക്ലാസ് അരമണിക്കൂറാണ്. ക്ലാസ് അരമണിക്കൂർ.